നമസ്കാരം. ഇന്നൊരു പ്രോൺസ് റെസിപ്പിയാണേ. ചെമ്മീൻ റോസ്റ്റ്. അതിനായിട്ട് ക്ലീൻ ചെയ്തെടുത്ത 1/2 കിലോ പ്രോൺസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യമായി നമുക്കിതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ലൈം ജ്യൂസ് അല്ലെങ്കിൽ വിനെഗർ. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്ത പ്രോൺസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഏകദേശം ഒരു 3-4 മിനിറ്റ് നേരം ഒരു സൈഡ് ഫ്രൈ ചെയ്യുക. അതിനുശേഷം മറിച്ചിട്ട് മറുവശം കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പ്രോൺസ് വേവാൻ അധികം സമയം എടുക്കുകയില്ല. ഏകദേശം 5 മുതൽ 6 മിനിറ്റ് വരെ എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിത്തീരുമ്പോൾ അതിലേക്ക് 8 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഈ സവോളയെല്ലാം ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയുടെ റോ ഫ്ലേവർ ഒന്ന് മാറുന്നതിനായിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് യോജിപ്പിക്കുക. ഏകദേശം 2-3 മിനിറ്റ് നേരം ആ തക്കാളി ഒന്ന് വേകുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് വേവിക്കുക.
ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വഴണ്ട് വരാനായി തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിക്കുക. പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്ത ഒരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.